കേരളത്തിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കിഫ്ബിയുടെ ബാധ്യതയും തിരിച്ചടവുമാണ്. ബഹുമാനപ്പെട്ട ബിജെപിയുടെ പ്രതിനിധി പറയാണ് കിഫ്ബിയാണ് കേരളത്തിന്റെ കടത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം, മൊത്തത്തിലുള്ള കാരണമെന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട ബിജെപി പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ ഈ കേരളം ഇല്ല. ഇത്ര ചരിത്രപരമായ നേട്ടം നമ്മൾ നേടിയിട്ടും എന്തേ അങ്ങയിലെ ഒരു മനസ്സ്, അത് കേരളത്തിന്റെ ഒരു യശസ് ഉയരുന്ന ഈ തീരുമാനം വരുമ്പോൾ എന്തേ ആ മനസ്സൊന്ന് പോസിറ്റീവ് ആകാത്തത്? അതായത് ഇന്ത്യയുടെ കടം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4 ഇരട്ടിയായിട്ട് മാറി. ഇന്ത്യയുടെ കടം, ഈ കേരളത്തിന്റെ കടത്തിന്റെ തോതെടുത്ത് നോക്ക്, എല്ലാ തരത്തിലും അത് കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ അതൊരു വലിയ നേട്ടം തന്നെയല്ലേ? നമുക്ക് കടമുണ്ട്, പക്ഷെ നമ്മുടെ സമ്പത്ത് കൂടി, വരുമാനം കൂടി. കടം ഇരട്ടിയായെങ്കിൽ സമ്പത്ത് 4 ഇരട്ടിയായിട്ട് മാറുകയാണ്. അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ലക്ഷണമാണെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ 133 വീട് പണിത് കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഒരു ദിവസം 89 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഒരു വർഷം 10,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടത്തുന്നു. അതുപോലെ തന്നെ തരിശുഭൂമി കൃഷി നടത്തുന്നത് ഒരു ദിവസം, ഒരു മാസം കണക്കെടുത്ത് നോക്ക്. സംരംഭക വർഷം നമ്മൾ പ്രഖ്യാപിച്ചല്ലോ, 3,53,000 സംരംഭങ്ങളാണ് 3 വർഷത്തിനിടയിൽ വന്നത്. ഒരു വർഷം 1,17,677, ഒരു മാസം 9,806, ഒരു ദിവസം 322 സംരംഭങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും എന്തിയെ നിങ്ങൾ കാണാത്തത്? നമ്മുടെ കടത്തിന്റെ തോതൊക്കെ പോയി മിസ്റ്റർ. ഇപ്പൊ ട്രഷറി പൂട്ടും, സപ്ലൈകോ അടച്ചു പൂട്ടും, പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. ഇതൊക്കെയല്ലേ കഴിഞ്ഞ ഓണക്കാലത്ത് പറഞ്ഞ്. 21,000 കോടി രൂപ ഒരു കേന്ദ്ര സഹായം ഇല്ലാതെ നമ്മൾ ഈ കേരളത്തിൽ ഓണത്തിന് വേണ്ടി തന്നെ മുടക്കി. എല്ലാ രംഗത്തും കേരളം കുതിച്ചു മുന്നേറുകയാണ്. വലിയ ധനകാര്യ മാനേജ്മെന്റ് ആയിട്ട് കേരളം മാറുകയാണ്. അതുകൊണ്ട് കിഫ്ബി കേരളത്തിൽ ഒരു കടം ഉണ്ടാക്കിയിട്ടില്ല. കിഫ്ബി വന്നത് കൊണ്ട് വികസനം എന്തെന്ന് നമ്മൾ അറിഞ്ഞു. പശ്ചാത്തല വികസന രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി മാറി. അതിന്റെ ഭാഗമായി ഒരു നോളജ് സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നു. ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസത്തിൽ മികച്ച വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടുന്നു. ലോകത്തെവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്നു. വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് വികസന നേട്ടവുമായി നമ്മൾ കുതിക്കുകയാണ്. അമേരിക്കയെ പിന്നിലാക്കിയില്ലേ നമ്മൾ ശിശുമരണ നിരക്കിൽ? അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഒന്നാമതാകാൻ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നടത്തുന്ന ഈ മാറ്റം, അതിന് കിഫ്ബി നിർണായകമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. കിഫ്ബിയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും, അത് ED ആയാലും CBI ആയാലും NIA ആയാലും കസ്റ്റംസ് ആയാലും FSI ആയാലും ആര് വന്നാലും ജനങ്ങളെ അണിനിരത്തി ചെറുക്കുക തന്നെ ചെയ്യും. അതാണ് ഈ കേരളത്തിന്റെ ചരിത്രം. കേരളത്തിലെ ജനത ഈ EDയുടെ അന്വേഷണ പ്രഹസനത്തെ നേരിട്ടത് നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും ചെറുക്കും. ഈ കേരളത്തെ ലോകത്തിന് മാതൃകയായി കുതിച്ചു മുന്നേറുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് ഏതറ്റം വരെയും പോകും. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു കൊണ്ടുപോകും. EDയുടെ സമൻസിനെ തൂത്തെറിയുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട.